സുധേ, സുധേ, നീ ഇന്നലെയോ മെനഞ്ഞാന്നോ മറ്റോ സാരികൾ വാങ്ങാൻ പോണോന്ന് പറഞ്ഞിരുന്നില്ലേ? എപ്പോഴാ പോകുന്നത്? പോകുന്നില്ല. അതെന്താ? ഇപ്പൊ ഉള്ള സാരികൾ തന്നെ കൂടുതലാ. ഓഹോ, പൊയ്ക്കോ. നിങ്ങൾ മുൻപ് ഇറങ്ങി. പുള്ളിക്കാരൻ വണ്ടി കാണുന്നില്ല. ഞാൻ മെല്ലെ വരാം, നിങ്ങൾ അങ്ങോട്ട് നടന്നു. നിങ്ങളുടെ കാര്യം എന്തൊന്ന് നോക്കിയാൽ സുധയില്ലേ? ആ ഉണ്ട് ഉണ്ട്. വാ. ഹലോ, വരൂ വരൂ. ഹലോ. താൻ എന്ത് പണിയാടെ കാണിച്ചേ? താനെന്താ ഇന്നലെ പാർട്ടിക്ക് വരാഞ്ഞേ? ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഒരു ഗസ്റ്റ് വന്നു. പിന്നെ ഇങ്ങനെ എനിക്ക് വരാൻ പറ്റുക? എവിടെങ്കിലും പോകാൻ നേരത്ത് വന്നു കയറുന്ന ഗസ്റ്റുകളോട് തോന്നുന്ന ഒരു സന്തോഷം എന്ത് ചെയ്യാനാ? ചിലപ്പോൾ നമ്മൾ സന്തോഷം അഭിനയിച്ചല്ലേ പറ്റൂ. ഏതായാലും ഇന്നലത്തെ ഡിന്നർ വളരെ ഗ്രാൻഡ് ആയിരുന്നു. താൻ ഇല്ലാത്തൊരു കുറവൊഴിച്ചാൽ. മെട്രോ കേബിൾസിന്റെ മാനേജർ മിസ്റ്റർ അലക്സാണ്ടറെ താൻ അറിയില്ലേ? പുള്ളി ആളൊരു റിസോർട്ട് ടൈപ്പ് ആണെന്നാണ് കരുതിയിരുന്നത്. ഇന്നലെ 2 സ്മോൾ അടിച്ചപ്പോഴത്തേക്കും ഇഷ്ടന്റെ വിധം മാറി. എന്തൊരു പെർഫോമൻസ് ആയിരുന്നോ! മിസ്റ്റർ മാധവൻ നായർ മാത്രം ഇന്നലെ എന്തോ ഔട്ട് ഓഫ് മൂഡിലായിരുന്നു. താനില്ലാത്ത കാരണം കൊണ്ടായിരിക്കും. അയ്യോ, താനൊന്ന് വേഗം ഡ്രസ് ചെയ്തിട്ട് വാ. എങ്ങോട്ടാ? അതങ്ങ് മറന്നോ? ഇന്നലെ നമ്മൾ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ കാണാൻ അപ്പോയിന്റ്മെന്റ് വാങ്ങിയിരിക്കുന്നത്. പ്ലീസ്. അയ്യോ, ഞാൻ വരണോ? നല്ല കാര്യായി. ക്ലബിന്റെ പ്രസിഡന്റ് ഇല്ലാതെ ഞങ്ങൾ മാത്രം പോയിട്ട് എന്താ കാര്യം? താനൊന്ന് റെഡിയാകെ. വല്ല കഷ്ടം വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. ഇപ്പൊ വരാം. കേട്ടില്ലേ സുധി ഒരു വണ്ടം കാച്ചിയത്? ഇന്നലെ പാർട്ടിക്ക് വരാഞ്ഞത് ഗസ്റ്റ് ഉണ്ടായതുകൊണ്ടാണെന്ന്. ഏയ്, അതൊന്നും ആയിരിക്കില്ല. മാധവൻ നായർ പോവണ്ടെന്ന് പറഞ്ഞിരിക്കും. നമുക്കറിയില്ല പുള്ളിക്കാരന്റെ സ്വഭാവം. മാധവൻ നായർ പറയാതെ സുധയ്ക്ക് എങ്ങോട്ടും അനങ്ങാൻ പറ്റില്ലെന്ന്. എക്സ്ക്യൂസ് മീ, താക്കോൽ എടുക്കാൻ മറന്നുപോയി. ഷൂ, എല്ലാം കേട്ടല്ലോ. സോറി, ഞാൻ വരുന്നില്ല. ഫോൺ ചെയ്ത് ചോദിച്ചപ്പോഴ് മാധവൻകുട്ടി പോകണ്ടെന്ന് പറഞ്ഞു. മാധവൻകുട്ടി പോകരുതെന്ന് പറഞ്ഞാൽ എനിക്ക് അനങ്ങാൻ പറ്റില്ല.